കേരളത്തിലുടനീളം ഐക്യജനാധിപത്യ മുന്നണി വലിയ വിജയം നേടിയിട്ടുണ്ട്. നമ്മൾ അധിവസിക്കുന്ന ഈ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ മലപ്പുറം ജില്ലയിലെ 94 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ്. 3 ഗ്രാമപഞ്ചായത്ത് കൂടിയതാണ് ഒരു ജില്ലാ ഡിവിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 33 ജില്ലാ ഡിവിഷനിലേക്ക് 23 മുസ്ലിം ലീഗുകാരും 10 കോൺഗ്രസുകാരും 33 മാർക്സിസ്റ്റുകാരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഒരൊറ്റ മാർക്സിസ്റ്റുകാരൻ ജില്ലാ പഞ്ചായത്തിൽ എത്തിയിട്ടില്ല എന്ന കാര്യം വാക്കോട്ട സഖാക്കള് മറന്നിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങൾ ഈ മൈക്കെടുത്ത് പ്രസംഗിക്കുന്നത്. കരുവാരക്കുണ്ടിൽ 13 വാർഡിലെ മെമ്പർമാർ ഈ വാക്കോട് അടക്കമുള്ള പഴയ കുട്ടത്തി, ആ കുട്ടത്തിയിൽ നിന്ന് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ആ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ 13 മെമ്പർമാരുള്ള ഭരണസമിതിക്ക് കരുവാരക്കുണ്ടിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലം ഭരിച്ചിട്ട് ഈ വാക്കോട്ടങ്ങാടിയിലോ ഈ കുട്ടത്തിയിലോ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വികസനവും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ 24 വാർഡ്, നിങ്ങൾ വെട്ടിമുറിച്ചുണ്ടാക്കിയ 24 വാർഡ്, ആ 24 വാർഡിൽ 21 വാർഡിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അടുപ്പുകല്ല് പോലെ 3 ആളുണ്ട്. നിങ്ങള് ആ 3 ആളെ ജയിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതന്നെ ലോകം എന്ന് കരുതി വാക്കോട്ടങ്ങാടിയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആളുകളെ തെറിവിളിച്ച കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, എനിക്ക് വാക്കോട്ടുകാരോട് UDF-കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വാർഡിലൊരു മെമ്പർ ഇല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു മെമ്പറുണ്ട്, ബ്ലോക്കിലേക്ക് ഒരു മെമ്പറുണ്ട്. ഇതാ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒന്നാമത്തെ പരിഗണന 1-ാം വാർഡിലുണ്ടാകുമെന്ന് പറയാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ എന്നെ കണ്ടാൽ മതി, ആരും നിരാശപ്പെടേണ്ട. ഇവിടുത്തെ മുജാഹിർ ജയിച്ചിട്ടില്ല, മുസ്ലിം ലീഗും UDF-ഉം ജയിച്ചിട്ടില്ല എന്ന് കരുതി നിങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സ്വഭാവം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവുകയില്ല എന്ന പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ പാർട്ടിയും എന്റെ മുന്നണിയും പ്രസിഡന്റാക്കും. ഇൻഷാ അല്ലാഹ് 27-ാം തീയതി ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ പഞ്ചായത്ത് ബോർഡിൽ 1-ാം വാർഡിലെ UDF-ന് തക്കതായ പ്രതിഫലമുണ്ടാകും, അതിനുള്ള ആനുകൂല്യമുണ്ടാകും എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക. ആരും നിരാശപ്പെടേണ്ടതില്ല. എന്നാൽ ഇവിടെ വീട്ടിന്റെ പടിക്കപ്പോയി അനാവശ്യം പറയാനും തെറിവിളിക്കാനും നിങ്ങൾ വന്നാൽ 1-ാമത് ഞങ്ങൾ ക്ഷമിക്കും, 2-ാമതും ഞങ്ങൾ ക്ഷമിക്കും, 3-ാമതും ഞങ്ങൾ ക്ഷമിക്കും. ഇനിയും കടിച്ചു പട്ടി ആശാരിപ്പട്ടി മുന്നോട്ട് തന്നെയാണെങ്കിൽ അടക്കി നിർത്താൻ മുസ്ലിം ലീഗിനും UDF-നും അറിയാം എന്ന് ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ അടക്കി നിർത്തിയിട്ടുണ്ട്. ഈ കരുവാരക്കുണ്ടിൽ മാർക്സിസ്റ്റുകാരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചിട്ട് പുത്തനഴി ഇരിങ്ങാട്ടി പാലത്തിനക്കലേക്ക് കടത്തിവിട്ട ചരിത്രം കരുവാരക്കുണ്ടിലെ മുസ്ലിം ലീഗിനും UDF-നും ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എവിടെ നിങ്ങൾ ജയിച്ചത്? എങ്ങനെയാ നിങ്ങൾ ജയിച്ചത്? കരുവാരക്കുണ്ടിൽ 24 വാർഡുണ്ട്. ഈ 24 വാർഡ് വെട്ടിയത് നിങ്ങളല്ലേ? CPM അല്ലേ വെട്ടിയത്? കൊയ്ത്തക്കുണ്ട് വാക്കോട് എന്ന സ്ഥലത്തിന്റെ പേര് കൊയ്ത്തക്കുണ്ട് ആക്കിയത് ആരാണ്? ഞങ്ങളാണ്. അത് കാക്കിയത് മാർക്സിസ്റ്റുകാരാണ്. പൊന്നമ്മ ടീച്ചറും ലത്തീഫും അടക്കമുള്ള വാർഡുകാരാണ്, പാർട്ടിക്കാരാണ്, പഞ്ചായത്ത് ഭരണസമിതിയാണ്. നിങ്ങൾ അങ്ങനെ കുറെ വാർഡുകൾ വെട്ടി. കൊയ്ത്തക്കുണ്ട് എങ്ങനെ ഉണ്ടായി? വാക്കോട് മുസ്ലിം ലീഗ് ഒറ്റക്ക് മത്സരിച്ച് ജയിച്ച വാർഡാണ്. ആ വാർഡ് പിടിച്ചെടുക്കാൻ വേണ്ടി കുട്ടത്തിയിൽ നിന്ന് 100 ചില്ലാനം CPM വോട്ടിനെ ആ കൊയ്ത്തക്കുണ്ടിലേക്ക് ചേർത്തു. വാക്കോട്ടുള്ള UDF-ന്റെ വോട്ടിനെ പുന്നക്കാട്ടേക്ക് ചേർത്തു. അങ്ങനെ വാക്കോട് വോട്ടർ പട്ടിക വെച്ച് നോക്കുമ്പോ 1-ാം നമ്പർ ബൂത്തിൽ മുസ്ലിം ലീഗിന് 120 വോട്ടിന്റെ ലീഡ് ഉണ്ടെങ്കിൽ
രണ്ടാം നമ്പർ ബൂത്തിൽ കുട്ടത്തി ഭാഗത്ത് 160-ൽ പരം വോട്ട് CPM-ന് ലീഡാ. എങ്ങനെ നമ്മൾ ജയിക്കുക? വോട്ടർ പട്ടിക വെച്ച് നമ്മൾ ജയിക്കൂല. പിന്നെ ഇവിടുത്തെ പ്രവർത്തകന്മാർ പുതിയ വോട്ടർമാരെ ചേർത്തു. അങ്ങനെ ചേർത്തപ്പോ കുറച്ച്